ഇപ്പോൾ ഈ കളറായി കയറും. 2-3 വേറെ കളറാവും. രാത്രി വേറെ കളർ നിങ്ങളെ മാതിരി തന്നെ. അതും ഫാൻസി നമ്പർ 5455. RC സിംഗിൾ ഓണർഷിപ്പ് ആണുള്ളത്. അതാ പിന്നെ വേറെ എവിടെയെങ്കിലും മാറ്റുണ്ടോ? ഗ്രേ റെഡ്സ് നല്ല അടിപൊളി ഒരു ലുക്ക് ഉണ്ട് കാണാൻ. നല്ല വണ്ടിയാണ്. ഇപ്പൊ നിലവിൽ കംപ്ലൈൻസ് ഒന്നുമില്ല. ഡീസൽ ആണ്, അത്യാവശ്യം മൈലേജ് കിട്ടുമല്ലോ അല്ലേ? അത് 18. ടാക്സിയിൽ വേണമെങ്കിൽ ടാക്സിയിൽ കൊടുക്കാം, പ്രൈവറ്റിൽ വേണമെങ്കിൽ പ്രൈവറ്റിലും കൊടുക്കാം. ഇപ്പൊ ടാക്സിയിലാ നിലവിലുള്ള? ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സലീം ഖാന്റെ കൂടെയാണ് ഇന്നത്തെ വീഡിയോ. കേസ് കാസ് കൊണ്ടോട്ടി. പിന്നെ കൊണ്ടോട്ടി എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടി തറയിട്ടാൽ, അതാണ് എക്സാക്ട് ലൊക്കേഷൻ. കരിപ്പൂർ എയർപോർട്ടിന്റെ പുറകിലായിട്ട്. കാണാതെ പഠിച്ചു ഇത്ര കാലം ചെയ്ത്. ഓക്കെ, അപ്പോ വലിയ യാർഡാണ്. വലിയ യാർഡ് എന്ന് വെച്ചാല് സലീംക്ക് ആദ്യം വീട്ടിൽ വെച്ച് ചെയ്തുകൊണ്ടതാണ്. നമ്മളെ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് അറിയാം. ഇപ്പോൾ ഒരു യാർഡ് പിന്നെ തുടങ്ങിയിരുന്നു, ഒരു വലിയ ഷോറൂം. ഏകദേശം 10-60 മുകളിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ഇപ്പൊ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. വെച്ചിട്ട് കയറ്റാണല്ലോ. അതാണ് ഞാൻ മറ്റേ പണിക്കരത്ത് കല്യാണം. അപ്പൊ കല്യാണത്തിന്റെ പലരും ഇപ്പൊ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കല്യാണം വിളിക്കാത്തത്? കല്യാണം ഒന്നും ആയിട്ടില്ല, ഡേറ്റ് ഒന്നും അതല്ല, ഞാൻ അറിയിച്ചോണ്ട്. ഓക്കെ, പലരും കമന്റ് കണ്ടു, കല്യാണം വിളിച്ചില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പറയാണ്. ഓക്കെ, അപ്പോ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ സ്റ്റോക്കിന്റെ അവസ്ഥ എന്താ സാർ? പെരുന്നാൾ അടുപ്പിച്ചു. നമ്മളിന്ന് പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡാണ്. കണ്ടമാനം സ്റ്റോക്ക് ഉണ്ട്, ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഒരുപാട് ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടികൾ തന്നെ ഉണ്ട്. അത് വലിയ വണ്ടികളുണ്ട്. ക്രെറ്റ പോലത്തെ വണ്ടികൾ തന്നെ നമുക്ക് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഡീറ്റെയിൽ കണ്ടു നോക്കാം. പിന്നെ ഓരോ ആൾക്കാർ ബെൻസ് ചോദിച്ചിന്, ബെൻസ് ഉണ്ട്, ലോ ബഡ്ജറ്റ് ബെൻസ് ചോദിച്ചിന്. അപ്പൊ എല്ലാം ഉണ്ട്, അതായത് ചെറുത് മുതൽ ബെൻസ് വരെയുള്ള എല്ലാ സെഗ്മെന്റും ലഭ്യമാണ്. അപ്പൊ നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക, എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ ഇതുവരെയും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. വാട്സ്ആപ്പ് ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. വീണ്ടും ആദ്യ വാഹനം സിവിക് ആണ്, ഹോണ്ട സിവിക്. KL55 റീ ആയതാണോ സലീംക്ക? അതോ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. 2008 അപ്പൊ 55 റീ ആയതായിരിക്കും. പക്ഷെ റീന്റെ ഒന്നുമില്ല ഇതിന്റെ പ്രശ്നം. 1.5 സിവിക് ആണ്. അതാ പ്രശ്നം. ഇപ്പൊ ഈ കളറായി കയറും. 2-3 വേറെ കളറാവും. രാത്രി വേറെ കളർ നിങ്ങളെ മാതിരി തന്നെ. പിന്നെ മെയിൻ ക്ലാസ്സിന് ക്രാക്ക് ഇല്ലാന്ന് പറയണ്ട, ക്രാക്ക് ഉണ്ട്, ചെറിയ ക്രാക്ക്. അത് അറിയാതെ നമ്മൾ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. മാരേണ്ട അത്യാവശ്യങ്ങളൊന്നും ഇല്ല. കണ്ടോ? എങ്ങനെ മോഡലൊക്കെ? 2008 പുതിയ പേപ്പർ. എന്തോ പറഞ്ഞു അതിനിടയ്ക്ക്, ഞാൻ കേട്ടില്ല, മറന്നുപോയി. 2008 പുതിയ പേപ്പർ. 4 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപന്റെ ഒക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ടെന്നാ പറഞ്ഞത്. വർക്ക് എടുത്തെന്ന് പറഞ്ഞു. 3 to 4 വരെ ചെയ്തെന്നാ പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ വണ്ടിന്റെ വില 290 ഒരു അത്യാവശ്യം നല്ല അതുണ്ടാവും കേട്ടോ. അത്ര കോസ്റ്റ്ലി സാധനങ്ങൾ മോഡിഫൈ ചെയ്തൊരു സിവിക് ആണ്. ഓക്കെ, എന്തായാലും 5 വർഷത്തേക്കുള്ള ഫുൾ പേപ്പർ ഫിറ്റ് ആണ്. ഞാൻ എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മോഡിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രേ ഉള്ളൂ. മെക്കാനിക്കൽ എങ്ങനെയാ വണ്ടി? 1.5 മെക്കാനിക്കലാണ്. ഒരു 10 മൈലേജ് ഉണ്ടാവോ? ഇതിന് നേരം മൈലേജ് ചോദിക്കാൻ പാടില്ല. എല്ലാത്തിനും ഇപ്പൊ ചോദിക്കണം. ഫുൾ ടൈം കണ്ണടിക്കാണ്ട് ഓടുക. അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഫുൾ പേപ്പർ. ചോദ്യം ഒന്നും കിട്ടാത്ത? ഇല്ല, ചോദ്യം കിട്ടുന്നുണ്ട്. ഫുൾ പേപ്പർ ഉള്ള വാഹനമാണ്. ഇതിനകത്തുള്ള പ്രത്യേകിച്ച് എന്ത് ചോദിക്കാനാണ്? വണ്ടിയുടെ കണ്ടീഷൻ അറിയണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഫുൾ 5 വർഷത്തേക്കുള്ള പേപ്പർ ഉണ്ട്. ലോണൊന്നും കിട്ടാൻ ഒരു ചാൻസ് ഇല്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോലോ. കയറൊക്കെ ഉണ്ട്. അടുത്തൊരു മൈക്രയാണ്. KL39 രജിസ്ട്രേഷനുള്ള മൈക്ര. അതും ഫാൻസി നമ്പർ 5455. 2011 XV ഡീസൽ ബട്ടർ സ്റ്റോറൊക്കെ തന്നെ ഫുൾ ലോഡ് വണ്ടി. 2011. ഓക്കെ, ഏറ്റവും ടോപ്പ് മോഡലാണ്. പെട്രോൾ ഡീസലാ? ഓക്കെ, സോറി. ഒരു 18-20 റേഞ്ച് മൈലേജ്, 20 മേലെ കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. ഡീസലിന്റേതായ പ്രശ്നങ്ങൾ, ഇഞ്ചക്ടർ അടിയോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ? ക്ലെയിം എന്തെങ്കിലും? ഒന്നുമില്ല. വണ്ടി നീറ്റാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ നീറ്റാണ്. എത്ര ആസ്ക് ചെയ്യുന്നത്? 240. 2011 ഡീസൽ XV ഏറ്റവും ടോപ്പിന്റെ മൈക്രയാണ്. പുഷ്പത്തിന് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. താല്പര്യമുള്ളവരുടെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. നല്ല അടിപൊളി ഡ്രൈവിംഗ് കംഫർട്ടുള്ള ഒരു വാഹനമാണ്. പറയണ്ടോ? ഇപ്പോഴത്തെ പണികൾ വേറെ ഒന്നുമില്ല അല്ലേ? അത്രേ ഉള്ളൂ. ലോൺ എത്ര കയറും? ലോണ് 1.5 to 2 വരെ നോക്കാം. 1.5 കൺഫേം ആണ്. 1.5 കിട്ടും. ഓക്കെ, i10 ആണ്. ഹ്യുണ്ടായി i10. ഡീറ്റെയിൽ
2012 സെക്കൻഡ് ഓണർ 140 ഓടിയിട്ടുണ്ട്. അതായത് ഫുൾ ഓപ്ഷന്റെ ഏറ്റവും അടിയിൽ വരുന്ന ഓപ്ഷനാണ്. അല്ലല്ല, ഇതിന്റെ താഴേക്ക് വേറെ 2 ഓപ്ഷൻ ഉണ്ട്. ഡിലൈറ്റ് ഡിലൈറ്റ് പ്ലസ് ഇറ പ്ലസ് അങ്ങനെയാണ്. എല്ലാത്തിനും പ്ലസ് മൈനസ് കൊടുക്കല്ലോ നമുക്ക്. ഓക്കെ, ഇത് ഇറ എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം. ഇറയാണല്ല, വണ്ടിന്റെ വ്ളോഗ് ചെയ്യാൻ നടക്കുക. ഒരു ചുക്കും ചുണ്ണാമ്പ് അറിയില്ല. ഇറയാണെന്ന് അറിയണ്ടേ? ഞാൻ വിചാരിച്ചു എനിക്കാ അറിയാത്തന്നാ, നിങ്ങൾക്ക് അറിയില്ലേ? ഇതൊന്നും അറിഞ്ഞിട്ട് ചെയ്യില്ല. അല്ല, ധാരണയില്ല അത്. അപ്പൊ എങ്ങനെയാ ബാക്കി കാര്യങ്ങള്? ഓട്ടോ എത്ര പോയി? ഓട്ടോ 1.40 പറഞ്ഞല്ലോ. 1.75 റേറ്റ് ഉള്ളൂ. 1,75,000 2012 ഇറ ഐട്ടൺ വാഹനാണ്. മൈലേജ് ഒരു 15ന്റെ ഉള്ളിൽ കണ്ടാൽ മതി. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് പോളോ KL 58 രജിസ്ട്രേഷനുള്ള ഫോക്സ് വാഗൺ പോളോ. എങ്ങനെ ഡീറ്റെയിൽ? പെട്രോൾ ആണ്, കംഫർട്ട് ലൈന്, 2010 RC സിംഗിൾ ഓണർഷിപ്പ് ആണുള്ളത്. അതാ, പിന്നെ വേറെ എവിടെയെങ്കിലും മാറ്റിണ്ടോ? അറിയാണ് അങ്ങനെ കണ്ടാ പറയില്ല. കണ്ടാ പറയില്ല. ഇതിന് ഡീസലാണ്, കേരള വണ്ടി ബാക്കിലുണ്ട്. വേറെ ഉണ്ട് ഡീസൽ. ഇതിപ്പോ പെട്രോൾ ആണ്, 2010 റീ ആയതാണ് കേരളത്തിലോട്ട്. ഓക്കെ, കാണാൻ നീറ്റുണ്ട്. എങ്ങനെ യൂസ് ചെയ്യാൻ അതേപോലെ തന്നെ നീറ്റാണ്. ഓക്കെ, പറഞ്ഞോളൂ. 2.60 2,60,000 രൂപയ്ക്ക് 2010 പെട്രോൾ ഒരു 1.5 നമുക്ക് ലോൺ വേണമെങ്കിൽ കൊടുക്കാം, കിട്ടും. ഓക്കെ, ഒരു 1,10,000 കണ്ട ഇറക്കാൻ പറ്റും. കണ്ടാ പോരാ നേരത്തെ പറഞ്ഞാണ്. എന്നാ കൊണ്ടുവന്നാല് ഇതിന് മൈലേജ് ഏകദേശം ഒരു 12 മുതൽ 15ന്റെ ഉള്ളിലായിട്ട് കണ്ടാവും. 14 ഉണ്ടാക്കാം. അടുത്തൊരു റിഡ്സ് ആണ്, KL 57 രജിസ്ട്രേഷനിലൊരു ഗ്രേ റിഡ്സ്. നല്ല അടിപൊളി ഒരു ലുക്ക് ഉണ്ട് കാണാൻ. എങ്ങനെയാ ഡീറ്റെയിൽ? ബാക്കിയുള്ള ഒന്നും ലുക്ക് ഇല്ല ഇവിടെ. ഇല്ല, ഇതിനാണ് കൂടുതൽ ലുക്ക്. ഇത് 2014 92,000 കിലോമീറ്റർ. ഓക്കെ, ഡീസൽ തന്നെയാണ്. വിടിയാ? ഇവിടെ 3.30. 2014 3,30,000 രൂപയ്ക്ക് BDI റിഡ്സ് സ്വന്തമാക്കാം. 2.5 to 3 വരെ കയറും. ഞാൻ ചോദിക്കാൻ വരുന്നല്ലേ, റീപ്ലേസ്മെന്റ് ഞാൻ ചോദിക്കാൻ വന്നേ. ഫ്രണ്ട് ക്ലാസ് ഉണ്ട്, ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ്ഡ് ആണ്. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ മേജർ ആയിട്ടുള്ള? മേജർ ആയിട്ടൊന്നുമില്ല, കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉണ്ട്. ഒരു 80% ടയേഴ്സും 4 ലഭ്യമാണ്. അപ്പുറമില്ല, 80% 2 ടയർ കുഴപ്പമൊന്നുമില്ല ഉണ്ടല്ലേ? മതി. ഓക്കെ, അപ്പോ എന്തായാലും ലോണിന്റെ പറഞ്ഞു കഴിഞ്ഞു. മൈലേജും കൂടെ പറയാം. ഇനി ഒരു 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. ഓക്കെ, അല്ലേ? ഉണ്ടാവില്ലേ? നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഓക്കെ, ഇൻഡിക്ക വിസ്റ്റ ആണ്, KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനം. 2010 AC 4 സ്റ്റാറിങ്, ഫ്രണ്ട് 2 ഡോർ പവറിന്റെ ചെയ്തിട്ടുണ്ട്. 3ാമത്തെ ഓണർഷിപ്പ്, 1.10 ഓട്ടം. പിന്നെന്താ റേറ്റ്, അതായത് കിലോമീറ്ററിന് അതേ തന്നെ റേറ്റ് 1.10. ഇഷ്ടപ്പെടുത്തി 2-3 വേറെ ഉണ്ട്, അത് കാറ്റലോഗിൽ കയറിയാൽ കിട്ടും. ഓക്കെ, കേട്ടോ. ഡീസൽ വിസ്റ്റയാണ്. മൈലേജ് എങ്ങനെയായാലും ഒരു 20 റേഞ്ചിന്റെ മൈലേജ് കിട്ടും അല്ലെ? നല്ല മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് തന്നെയാണ് വിസ്റ്റ എന്ന് പറയുന്നത്. മറ്റേ എഞ്ചിനെ വരിക അതന്നെ. ആയിക്കോട്ടെ. ഓക്കെ, ടയേഴ്സും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. ഇതിൽ മേജർ ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. 1,10,000 രൂപയ്ക്ക് ഈ മാറിയില്ല. നല്ല. ഓക്കെ, ആൾട്ടോ 800 KL 3 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 സിംഗിൾ ഓണർ, 86,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല ഓട്ടം പോയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, വെറുതെ 3.20 ആസ്കി ഉണ്ട്. 2.80 വരെ നമുക്ക് ലോൺ കൊടുക്കാം. വെറുതെ ഞാൻ എന്തിനാ കോറിട്ട് കുത്തിയത് ആലോചിക്കുന്നത്. ഓക്കെ, 2.80 വരെ ലോൺ കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. 2018 സോറി 19 കുറച്ച് ഓട്ടം പോയിട്ടുണ്ട്. പക്ഷെ മൈലേജ് ഉണ്ടായിരിക്കും. എങ്ങനെയാ ഒരു 20 റേഞ്ച് മൈലേജ് ഒക്കെ കിട്ടുന്ന വാഹനമാണ്. തീരുമാനിച്ചാലേ സിംഗിൾ ഓണർ പറഞ്ഞേ. ആയിക്കോട്ടെ, അല്ലേ പറഞ്ഞേ. ഓക്കെ, എന്തായാലും താല്പര്യം കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടി സ്കോഡ ലോറ KL 7 രജിസ്ട്രേഷൻ വാഹനം. 2008 മോഡലാണ്. 2029 വരെ പേപ്പർ ഉണ്ട്. 29 വരെ ഉണ്ട് ഫുൾ പേപ്പർ. ഏതാ ടോപ്പൻഡാ? ഇതില് മിഡിലാണ്. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ? പറഞ്ഞെന്താ, പറഞ്ഞോ, എത്രയാ? 1 സംതിങ് ഓടിയിട്ടുണ്ട്. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, നല്ല വണ്ടിയാണ്. ഇപ്പൊ നിലവിൽ കംപ്ലൈൻസ് ഒന്നുമില്ല. ഡീസൽ ആണ്, അത്യാവശ്യം മൈലേജ് കിട്ടുമല്ലോ അല്ലേ? അത് 18 ഏകദേശം കിട്ടും. 15ന്റെ മുകളിലൊക്കെ എന്തായാലും കിട്ടും. ഓക്കെ, പ്രൈസിങ് എയർപോർട്ടിലുള്ള ഉദ്യോഗസ്ഥന്റെ വണ്ടിയാണ്. സുധി എന്ന് പറയും. സുധി ആളെ പേര്. ചില ഓണർമാരെ പേര് പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ എത്ര കൊടുക്കാത്? ഇത് 2 രൂപ കൊടുക്കാം. 2 ലക്ഷത്തിന് 2029 വരെ പേപ്പറുള്ള സ്കോഡ ലോറ. പേപ്പർ എടുത്തതേ ഉള്ളൂ, ഒരു 1.5-2 മാസം ആയിട്ടില്ല പേപ്പർ എടുത്തിട്ട്. 2 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം. കണ്ടിട്ട് നല്ല നീറ്റ് തന്നെയാണ്. മെക്കാനിക്കലും ഒക്കെ ആണോ വണ്ടി?
എല്ലാ ഭാഗവും ഫിറ്റാ. എല്ലാം ഓക്കെയാണ്. അടിച്ചിട്ട് ഫിറ്റായല്ലോ? അയാൾ അടിക്കലോ എനിക്കറിയില്ല, കണ്ടവരടിക്കാൻ്റെ മാരുണ്ട്. അടുത്ത വണ്ടിയിലേക്കോ? അടുത്തൊരു ഡാറ്റ്സൺ ഗോ 2014, 81,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ്, പെട്രോൾ വാഹനമാണ്. 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനം. ഒരു 13, 14, 15 ആ ഒരു റേഞ്ച് മൈലേജ് കിട്ടും. 15, 16 കിട്ടും. 16 കിട്ടും. KL 58 രജിസ്ട്രേഷൻ. ഹൈവേയിലാണെങ്കിൽ അതിൽ കൂടുതലും കിട്ടും. അതെ, 17 വരെയൊക്കെ പോകും. ഓക്കെ, അതായത് നമ്മുടെ നോർമലി ഉള്ള സ്വിഫ്റ്റ് ഐറ്റം കാര്യം അതിനോടൊക്കെ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. പെട്രോൾ ഷിഫ്റ്റിലൊക്കെ തന്നെ അതെ, പെട്രോൾ ഷിഫ്റ്റിലൊക്കെ സെയിം മൈലേജ്. അതന്നെ. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ലല്ല, ഒന്നുമില്ല. എത്ര കൊടുക്കാം? 1,80,000. 1,80,000 രൂപയ്ക്ക് 2014, അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞ ഗ്രാൻഡ് ഐറ്റം, സ്വിഫ്റ്റ്, അങ്ങനത്തെ വാഗണർ, അങ്ങനത്തെ വണ്ടികളോടൊക്കെ തരത്തിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. പക്ഷെ കിട്ടുന്നത് 1,80,000 രൂപയ്ക്ക്. അതാണ് 2014 മോഡൽ കൂടും, റേറ്റ് കുറയും. അല്ല കവി ഉദ്ദേശിച്ച്. അപ്പൊ 1,80,000 ഫുൾ ലോൺ കയറും? ഫുൾ ലോൺ കയറില്ല, 1,1,5 വരെ കിട്ടും. ഒരു 30,000 കണ്ടാൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണിത്. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ പണികൾ? ഒരു പണിയില്ല. ഒന്നുമില്ല. കൊടുത്താ പണി ഉണ്ടാവുന്ന ആള് ശരിയില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഇതാണ് ക്രിസ്റ്റ, ഫുൾ ലോൺ പറഞ്ഞ ക്രിസ്റ്റയാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2017 G4 ഒറിജിനൽ കേരള, സിംഗിൾ RC ഓണർ. ഓക്കെ, പിന്നെ സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനം. ഓക്കെ, 2017 ക്രിസ്റ്റ G4. 15 ലക്ഷം രൂപയാണ് ഇതിന്റെ വില. ഇത് ടാക്സിയിൽ വേണമെങ്കിൽ ടാക്സിയിൽ കൊടുക്കാം, പ്രൈവറ്റിൽ വേണമെങ്കിൽ പ്രൈവറ്റിലും കൊടുക്കാം. ഇപ്പൊ ടാക്സിയില്ല നിലവിലുള്ള? ഓക്കെ, പ്രൈവറ്റിലാണെങ്കിൽ പ്രൈവറ്റിൽ കൊടുക്കാം, ടാക്സിയിൽ ടാക്സി കൊടുക്കാം. റേറ്റിൽ മാറ്റമൊന്നുമില്ല, സെയിം റേറ്റ് കൊടുക്കാം. 15 ലക്ഷം രൂപ ലോണും കൊടുക്കാം. ലോണും കൊടുക്കാം. ഇപ്പൊ ടാക്സിന്ന് ഇൻഷുർ മാറ്റുമ്പോ ചെറിയൊരു എമൗണ്ട് മാറും. അതൊന്നും നോക്കണ്ട, എന്ത് നമ്മൾ ആ 15 ലക്ഷം രൂപയ്ക്ക് ടാക്സിയിലും കൊടുക്കാം, പ്രൈവറ്റിലും കൊടുക്കാം. പോരെ? ഓക്കെ, 15 ലക്ഷത്തിന് ഈ ഒരു ക്രിസ്റ്റ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2017 G4 ക്രിസ്റ്റയാണ്. ഫുൾ കമ്പനി സർവീസ് പോയ വാഹനം. അപ്പൊ ഫുൾ ലോണിലാണ്. താല്പര്യം പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തു. റെഡിക്കേഷൻ എടുക്കട്ടോ, റെഡിക്കേഷൻ എടുക്കാൻ നമുക്ക് ഫുൾ ലോൺ തന്നെ എടുക്കാന്നുള്ളത് എന്തായിരുന്നില്ല. റെഡിക്കേഷൻ എടുക്കുമ്പോൾ റെഡിക്കേഷൻ എടുത്തോട്ടെ. റെഡിക്കേഷൻ എടുത്ത് നമുക്കൊരു ഉറപ്പൊന്നുമില്ല കേട്ടോ. അടുത്ത ക്രെറ്റയാണ്, KL 33 രജിസ്ട്രേഷനുള്ള ഒരു ക്രെറ്റ. എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2018 ഈ പറഞ്ഞ വേരിയന്റ് ആണ്. ഈ ആണ് ബേസ് ഓപ്ഷൻ ആണ്. ഓക്കെ, അങ്ങനെ ബേസ് എന്ന് പറയുന്നത് പറയുമ്പോ ജനങ്ങളാ നമ്മള് ഓഫറിൽ കൊടുക്കല്ലേ. സിംഗിൾ ഓണർ, 1,56 ഓട്ടം. ഓക്കെ, 7,60. 7,60,000 രൂപയ്ക്ക് ഡീസൽ ഓഫർ റേറ്റുകളാണ്. ഫുൾ ലോൺ കൊടുക്കാം. ഡീസൽ ഡീസലാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 16-17 റേഞ്ച് മൈലേജ് കിട്ടുമായിരിക്കും. ആയിരിക്കുമല്ല, കിട്ടും. ഇതൊക്കെ അത്യാവശ്യം മൈലേജ് ഇല്ലേ. ഇനി നാളെ വരുമ്പോ മൈലേജുകളൊക്കെ പഠിച്ചിട്ട് വരണ്ട നിങ്ങളല്ല മൈലേജിന് ഓഫർ കൊടുക്കേണ്ടത്. പിന്നെ അതിനുള്ള മറ്റേ സാധനമൊക്കെ ഉണ്ട്. എന്താണ് LED LCD ഒക്കെ ഉണ്ടാവും. അതൊക്കെ അവിടുന്ന് പറഞ്ഞു. ഫുൾ ലോൺ തന്നെയാണ്. അത് ഫുൾ ലോൺ. ഫുൾ ലോണില് ഒരു അടിപൊളി ക്രെറ്റ സ്വന്തമാക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ പ്രീമിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. മെർസിഡസ് ബെൻസ് C220D KL 40 രജിസ്ട്രേഷൻ ആയതാണോ? ആയതാണ്. ആയിട്ടും ഫാൻസി നമ്പറാണ്. അതെ, അതാണ് 1111. എലഗൻസ് ആണ്. പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. മോഡൽ 2008, 28 പേപ്പർ ഉണ്ട്. 1,50 ഓടിയിട്ടുണ്ട് കേട്ടോ. ഒന്നും ചെയ്യാനില്ല, വർക്കുകളൊന്നും പെൻഡിങ് ഇല്ല. എല്ലാം ഓക്കെയാണ്. പിന്നെ മറ്റേ സാധനം ഡോക്ടർ നമ്പർ ഉണ്ട്. മറ്റേ സാധനം ഉണ്ട്. ഞാൻ നിങ്ങളെ പിടിച്ചാണ് എംബ്ലാക്കി ഒട്ടിക്കുന്നത്. എംബ്ലം നമ്മൾ ഒഴിവാക്കി. ഓക്കെ, അപ്പൊ C220D 2028 വരെ പേപ്പറുള്ള എലഗൻസ് ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, പ്രൈസിങ് 4,50,000 രൂപയ്ക്ക് കേരള വണ്ടി ആയിക്കഴിഞ്ഞു. ഇതൊന്നും നിങ്ങൾ ചെയ്യാനൊന്നുമില്ല, ആയിക്കഴിഞ്ഞു. ലോണൊന്നും കിട്ടത്തില്ല. ലോണൊന്നും കിട്ടൂല, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഒരു പ്രീമിയം വാഹനം എടുക്കണം എന്നുണ്ടെങ്കിൽ, ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. നല്ല പാർട്ടി ഉപയോഗിച്ച വണ്ടിയാണ്. അത്ര വൃത്തിയാണുള്ളത്. പ്രത്യേകം മെയിൻറ്റെയിൻ ചെയ്ത് പോയ വണ്ടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ചെക്കും ചെയ്യാം അല്ലേ. നല്ലൊരു പാർട്ടി ഉപയോഗിക്കുന്നു നിങ്ങളായിരിക്കും. ആയിക്കോട്ടെ, അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഹ്യുണ്ടായി i10 KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാ സലിം? ഫാൻസി നമ്പർ കേട്ടോ. എന്റെ അമ്മ 79 പറഞ്ഞോളൂ. 2011 ഇറ, 71,000 കിലോമീറ്റർ. നല്ല നീറ്റ് വണ്ടിയാണ്. ഞാൻ തന്നെ പറയണം. നിങ്ങളെല്ലാം പറയട്ടെ. 1,65. 2011 ഇറയാണ്. 1,65,000 ആണ് ആസ്ക് ചെയ്യുന്നത്. ഓക്കെ, ലോണ് ചാൻസ് ഉണ്ടോ ഇതില്? ലോണ് കൊടുത്തോ, ഒരു 1 ലക്ഷം കിട്ടോ? നോക്കാം. ഓക്കെ, 1 ലക്ഷം വരെ ലോണും കിട്ടും. ഏകദേശം ഒരു 13-15 റേഞ്ച് മൈലേജ് കണ്ടാൽ മതി. ആ റേഞ്ചിലെ മൈലേജ് കിട്ടുള്ളൂ. ക്യാമറ അങ്ങോട്ട് തിരിച്ചടാ.
110 വണ്ടിയാണ്. ഞാൻ കൊടുക്കാം. അപ്പോ നീറ്റാണ്, വണ്ടി എന്തായാലും നീറ്റാണ്, ഔട്ട് സൈഡും ഇന്റീരിയർ ഒക്കെ നീറ്റാണ്. വേറെ പണികളൊന്നും ഇല്ലല്ലോ ഇപ്പൊ? ഇല്ലല്ലേ, ഫുൾ വർക്ക് കഴിഞ്ഞാ, എല്ലാം കഴിഞ്ഞാണ്. ഓക്കെ ഓക്കെ. നല്ലൊരു ക്ലീൻ വാഹനം, 1,65,000. ഇത് 2012 നമ്മൾ കാണിക്കാം. അടുത്ത വണ്ടി എടുക്കാം. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഹ്യുണ്ടായി ഇയോൺ KL56 രജിസ്ട്രേഷൻ. 5 പിന്നെ തുടങ്ങാം നമുക്ക്. 2018 സെക്കൻഡ് ഓണർ, 77,000 കിലോമീറ്റർ, 260. ഏതാ ഓപ്ഷൻ? മാഗ്ന അല്ലെങ്കിൽ പ്ലസ്. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന വാഹനമാണ്. സെൻട്രൽ ലോക്ക് എന്താ അഡീഷണൽ ചെയ്തിട്ടുണ്ടോ? റിമോട്ട് നോക്കി നോക്കണം, ഓർമ്മയില്ല. റിമോട്ട് ഉണ്ടല്ലേ? നൈറ്റിൽ വന്ന വണ്ടി നമ്മള് കാറ്റലോഗിൽ ആഡ് ചെയ്യും എന്തൊക്കെയാണ് ഡീറ്റെയിൽ ഫുൾ ആഡ് ചെയ്ത് തരും. നിങ്ങൾക്ക് എന്ത് ഡൗട്ടെങ്കിലും ആ കാറ്റലോഗ് നോക്കാവുന്നതാണ്. അപ്പൊ ഇതില് ലോൺ എത്ര പറഞ്ഞേ? 2.5 വരെ കൊടുക്കാം നമുക്ക്. 2.5 വരെ ലോൺ കിട്ടും. വണ്ടിയുടെ റേറ്റ് ഒന്നും ചോദിക്കേ? എത്രയാ? 2.60. 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ വാഹനമാണ്. ഒരു 15-17 റേഞ്ച് മൈലേജും കിട്ടുന്നുണ്ട്. കൂടുതൽ നമുക്ക് സംസാരം അല്ല, ഇത് ഔട്ടർ ആണ്. ഒന്ന് ഇവിടെ തന്നെ ഔട്ടർ എടുക്കണോ? അവിടെ തന്നെ എടുക്കണം. ഓക്കെ, നിങ്ങളെ കുറച്ച് വെയിൽ വിളിക്കണം, എല്ലാവരും സുഖമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് വേണ്ടി നമുക്ക് വീണ്ടും ഉടൻ തന്നെ വരുന്നുണ്ട്, മിസ്സാവണ്ട. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കമന്റിൽ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ മാക്സിമം ഷെയർസ് വരട്ടെ, ലൈക്ക് വരട്ടെ, മറ്റൊന്നുമില്ല, ഇതേ ഉള്ളൂ. ഓക്കെ, എല്ലാം വന്നോട്ടെ. ഓക്കെ, അപ്പോൾ സലീം ക അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, മാറിയെന്നെടുക്കാം.